ഈ ഒരുപാട് ചിരിപ്പിക്കുന്ന ആളുകളുടെ ഉള്ളിൽ ഭയങ്കര വിഷമമുണ്ട്. ഇപ്പൊ അമ്മയാണെങ്കിൽ പോലും നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ അല്ലെ ക്യാമറയ്ക്ക് പിന്നിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച് അല്ലെ തന്റെ വിഷമങ്ങൾ ഉള്ളിൽ വെച്ച് അത് മറന്ന് മറ്റുള്ളവർ ചിരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അതെ. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു അമ്മേ? എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നമ്മളെപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും പറയും എപ്പോഴും ചിരിച്ച മുഖമാണ്. ഭയങ്കര വിഷമമുള്ളപ്പോൾ നമ്മൾ വിഷമിച്ചല്ലേ പറ്റുള്ളൂ. പക്ഷെ എന്നാലും ആരുടെ മുന്നിലും നമ്മൾ അങ്ങനെ വിഷമമാണ്, സങ്കടപ്പെട്ട് അങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ അങ്ങനെയാണെന്ന് പറഞ്ഞു ഇപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളായിരിക്കും. സാമ്പത്തികമായിട്ടായിരുന്നാലും പല കാര്യങ്ങളിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവും. പക്ഷെ ആ സമയത്ത് പോലും നമ്മളൊന്നും നമുക്കില്ല, നമ്മളെല്ലാം ഓക്കെയാണ് എന്നുള്ള രീതിയിൽ ചിരിച്ചുകൊണ്ട് അത് നേരിടുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം. അമ്മയെ ഒരു രൂപ പോലും കയ്യിലില്ലാതിരുന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഒരാഹാരം കഴിക്കാൻ കൊതിച്ച ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട് ഒരുപാട്. അവിടെ നിന്നൊക്കെ എങ്ങനെ തരണം ചെയ്തേ? അവിടെ നിന്ന് തരണം ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം കമ്മ്യൂണിറ്റി കണക്ട് ചെയ്ത് വരുന്ന സമയത്തും ആ സമയത്തൊക്കെ നമ്മൾ മുമ്പൊക്കെ പല രീതിയിലും സെക്സ് വർക്ക് കാര്യങ്ങളുമായിട്ടൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട്. ഈ കൂട്ടുകാർ ഒരുപാട് നമുക്കുണ്ടല്ലേ, പക്ഷെ പാരവെപ്പ്, പുറകിൽ നിന്ന് തമ്മിൽ തല്ലിക്കല്. അതെ 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 തീർച്ചയായിട്ടും. അമ്മയെ ഒരിക്കലും എൻ്റെ ലൈഫിൽ എന്നെ ചതിക്കത്തില്ല എന്ന് പറഞ്ഞ് ചതിച്ച സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ഏറ്റവും കൂടുതൽ ചേർത്ത് വെക്കുകയും നമ്മളെ കൂടെയുള്ളവരെ മനസ്സിലാക്കി കൂടെ ചേർത്ത് വെക്കുന്ന സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാര്യം കൂടെ പറഞ്ഞുതരാം. ഉണ്ടായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതലും പാരയാകുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മൾ ചേർത്ത് നിർത്തി, അല്ലെങ്കിൽ നമ്മൾ ഇതായിട്ട് നിൽക്കുക. എൻ്റെ കൺസെപ്റ്റ് നമ്മൾ വേറൊരാൾ, എൻ്റെ കൂടെയുള്ള ഒരാൾ രക്ഷപ്പെടണമെങ്കിൽ അവർ വലിയ നിലയിൽ എത്തണമെങ്കിൽ നന്നായി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ചിലവർ അങ്ങനെ അല്ല എന്ന് ചില അനുഭവങ്ങളിലൂടെ എനിക്ക് മനസ്സിലായി. നമ്മളെവിടെയാണോ ചവിട്ടി താഴ്ത്താൻ പറ്റുന്നത് അവിടെ താഴ്ത്തുക എന്നുള്ള രീതിയിൽ ആലോചിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. ഇൻ കേസ് കമ്മ്യൂണിറ്റിക്ക് അകത്ത് തന്നെയുണ്ട്. നമ്മളെ എങ്ങനെയെങ്കിലും നമ്മൾ ഉയർന്നു വരുന്നത് ഇഷ്ടമില്ലാതെ, നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇഷ്ടമില്ലാതെ, അത് നമ്മൾ അപ്പോൾ അവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുള്ളൂ, എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒരാൾ മുന്നോട്ട് വരാൻ ആകുന്നത്, അത്രമായി സ്ട്രഗിൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത്രമാത്രം നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്. ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും പുറകിൽ എന്തെല്ലാം വിഷമങ്ങൾ ഉണ്ടാവും എന്നറിയാവോ? ഒരുപാട് വിഷമഘട്ടങ്ങൾ തരണം ചെയ്തായിരിക്കും ഒന്ന് നമ്മൾ പ്രസന്റ് ആവുന്നത്, ഒരു കാര്യത്തിൽ നമ്മൾ ഇൻ ചെയ്യുന്നത്. ആ വിൻ ചെയ്യാൻ എടുക്കുന്ന ഒരു സമയമുണ്ട്, അത് ആർക്കും മനസ്സിലാവില്ല. നേടി, അവിടെ കിട്ടി, ഞാൻ സിനിമയിൽ അഭിനയിച്ചു, ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയാൻ എളുപ്പം എല്ലാവർക്കും. പക്ഷെ അതിൻ്റെ പുറകിലുള്ള കഷ്ടപ്പാട് എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയാവൂ, എന്നെ മനസ്സിലാവുന്നവർക്ക് മാത്രമേ അറിയാവൂ. പക്ഷെ അതിനിടയിൽ പാര വയ്ക്കുന്നവരും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരും ഒക്കെ ഉണ്ട്. ഇപ്പൊ അമ്മയ്ക്ക് അമ്മയേ ഉള്ളൂ. അമ്മയെ എപ്പോഴും അമ്മയെ മാത്രമാണ്. പക്ഷേ എൻ്റെ കൂടെ എനിക്കൊരു അമ്മയുണ്ട്. ഇപ്പോൾ എന്ത് കാര്യത്തിനും കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ഒരു അമ്മയുണ്ട് സപ്പോർട്ട് ചെയ്യാനും, പല കാര്യങ്ങളും നമ്മൾ എന്ത് വിഷമം ഉണ്ടെങ്കിലും എനിക്ക് തുറന്ന് പറയാനും. ഏറ്റവും കൂടുതൽ ഞാൻ തുറന്ന് പറയാൻ എൻ്റെ ഭഗവാന്റെ അടുത്ത്. ഞാനൊരു ട്രസ്റ്റിലെ മെമ്പറാണ്. അപ്പോൾ ആ ട്രസ്റ്റിൽ ഒരു 11 പേര് ബോർഡ് അടങ്ങുന്ന ഒരു ട്രസ്റ്റിലെ മെമ്പറാണ് ഞാൻ. അപ്പോൾ മഹാലിംഗ ഘോഷയാത്ര എന്ന് പറഞ്ഞ ട്രസ്റ്റ് ട്രിവാൻഡ്രത്ത് കൈമനത്തുള്ള ട്രസ്റ്റിലെ മെമ്പറാണ്. ആ ട്രസ്റ്റിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും അവർ എനിക്ക് പല കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും, കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം എൻ്റെ അമ്മയുണ്ട്, രേവതി അമ്മ. അമ്മ എപ്പോഴും എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ തുറന്നു പറയും അമ്മയുടെ അടുത്ത്. എല്ലാ കാര്യങ്ങളും എന്ത് പ്രയാസമൊക്കെ നമ്മൾ സന്തോഷം മാത്രമല്ലല്ലോ, നമ്മളിപ്പോൾ നമുക്ക് എന്ത് പ്രോഗ്രാം വന്നാലോ, സിനിമയുടെ ആവശ്യം വന്നാലോ, എന്ത് പ്രോഗ്രാമിന് പോയിരുന്നാലും കൂടെ വരുന്ന അമ്മ വരും. ഇപ്പോൾ എല്ലാത്തിനും വരുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോഴും വലിയ പ്രശ്നങ്ങൾ ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്തും നമ്മൾ ഒന്ന് അണച്ചു പിടിച്ച് ചേർത്ത് നിർത്തി ഒന്ന് ആശ്വസിപ്പിക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ. തീർച്ചയായിട്ടും അവിടെ ഈ പറയുന്ന സൗഹൃദങ്ങളൊന്നും കാണത്തില്ല. എല്ലാവർക്കും ഓരോരോ കാര്യമേ ഉള്ളല്ലേ? തീർച്ചയായിട്ടും അത് തിരിച്ചറിഞ്ഞ് അമ്മയെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് ട്രാൻസ് കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ പോലും ആളുകൾ തിരിച്ചറിയുന്നവര് ചുരുക്കം ആളുകളെ ഉള്ളൂ. അതെ അതെ. അവിടെ അമയ പ്രസാദ് എന്ന് പറയുന്ന വ്യക്തിയെ ആളുകൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എല്ലാ മേഖലയിലും സജീവമാണ്. ഞാൻ ഓർക്കുമായിരുന്നു കേട്ടോ, ഈ പണ്ടൊക്കെ പുച്ഛിച്ച് തള്ളിയവര് ഇന്ന് കൈ അടിക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും അത് ഭയങ്കര അതൊരു അഭിമാനം തന്നെയാണ്. കാരണം ഞാൻ പഠിച്ച സ്കൂളിൽ എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചു. പിന്നെ
അതുപോലെ തന്നെ പ്രോഗ്രാം ഓരോ റെസിഡൻസ് അസോസിയേഷൻസിലൊക്കെ എല്ലാ പ്രോഗ്രാമിലും വിളിക്കുന്നുണ്ട്. എന്നെ തള്ളിപ്പറഞ്ഞ ആൾക്കാർ എന്നെ കാണാൻ കൊതിക്കുന്നു, എന്നെ കൂടെ ചേർത്ത് നിർത്തി ഫോട്ടോ എടുക്കുന്നു. എൻ്റെ ബന്ധുക്കൾ, അയ്യോ എൻ്റെ അമ്മ പറഞ്ഞ മക്കൾ നിന്നെ ഓർത്ത് എനിക്കിപ്പോൾ അഭിമാനം തോന്നുന്നു. കാരണം അമ്മയുടെ അടുത്ത് പല ആൾക്കാരും പറയുന്നുണ്ട് അമ്മയോട്, നിങ്ങളുടെ മോള് എങ്ങനെയോ പോട്ട്, പക്ഷെ അവൻ നല്ല നിലയിൽ നിൽക്കുന്നു, സോഷ്യൽ മീഡിയയിലൊക്കെ അത്ര സജീവമായി, ഇത് അതിലുണ്ട് ഇതിലുണ്ട് എന്നൊക്കെ പറയുന്നതിന് അമ്മ ഒന്ന് ഓരോ പ്രാവശ്യം ഓരോന്നിനും വിളിച്ച് പറയും. കാരണം സമൂഹം ഇങ്ങനെ പറയുന്നു എന്ന് കേൾക്കുമ്പോൾ അതൊന്നും അല്ല, എനിക്ക് ഇനിയും അതിൽ മുകളിലോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നതും അത് മെയിനായിട്ടുള്ള കാരണങ്ങൾ കുറേ ഇതൊക്കെ തന്നെയാണ്. എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ അമ്മയായിരുന്നാലും ഈ പറഞ്ഞ എന്നെ ഇപ്പോഴും തള്ളി പറയുന്ന എൻ്റെ സഹോദരങ്ങളായിരുന്നാലും അവരൊരു സമയത്ത് എന്നെ ഓർത്ത് അഭിമാനത്തോടു കൂടി പറയണം അത് എൻ്റെ ആളാണെന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തണമെന്നൊരു ആഗ്രഹത്തോടെയാണ് ജീവിക്കുന്നത് ഇപ്പോൾ. ഇവിടം വരെയൊക്കെ എത്തി, പക്ഷെ ഇവിടം കൊണ്ടൊന്നും ഞാൻ അവസാനിപ്പിക്കുന്നില്ല. ഇല്ല, ഇത് സാമ്പിള് വെടിക്കെട്ട് അല്ലേ, ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ.